ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇത് നമ്മൾ കഴിച്ചാലുണ്ടല്ലോ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുക്കാം കേട്ടോ. ഞാനിപ്പം അമൂലിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ നമ്മളൊന്ന് പുറത്തെടുത്ത് വെക്കാം. എന്നിട്ട് ഇതാ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഈ ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു 2 മിനിറ്റോളം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയാലും മാത്രമേ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ മുന്നേ നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ ബട്ടർ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരൻ്റെ പകുതി 1/2 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി പകുതിയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ 2 ടൈമായിട്ട് നമ്മൾ പഞ്ചസാരയും ബട്ടറും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പം 3 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുട്ടൻ്റെ സ്മെല്ല് വരാണ്ടിരിക്കാനാണ് വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബട്ടറും മുട്ടയും പഞ്ചസാര പൊടിച്ചതും എല്ലാം കൂടി നല്ല പോലെ മിക്സ് ആവുന്ന രീതിയിൽ ഈ ഒരു പരുവാവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾ സെപ്പറേറ്റ് അരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അരിക്കുന്നുണ്ടെങ്കിലും ഒരു തവണ അരിച്ചാൽ മാത്രം മതിയാകും. ഞാനിപ്പോൾ ഒരു തവണ തന്നെയാണ് അരിച്ചിട്ടുള്ളത്. എന്നിട്ടിതാ നല്ല പോലെ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തായാലും പ്രശ്നമില്ല, നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സ് ചെയ്തതാ ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയല്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡാർക്ക് ചോക്കോ ചിപ്സാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കപ്പ് കേക്ക്സിലും ഉണ്ടാക്കാം, അല്ലാതെ നമ്മൾ സാധാരണ കേക്ക് ടിൻ ഉണ്ടല്ലോ അതിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇനി പണിയൊന്നുമില്ല. ഇനി നമ്മളിതാ കപ്പ് കേക്ക്സിൻ്റെ പേപ്പർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഓവനില്ലാണ്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡ് നമ്മൾ വീഡിയോസിലുണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 26 കപ്പ് കേക്ക്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ബേക്കിംഗ് ട്രേയിൽ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക കുത്തി നിറച്ചിട്ടുള്ളത് ട്രേയിൽ. നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ കപ്പ് കേക്ക്സിൻ്റെ മോൾഡ് കുത്തി നിറക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മളത് പൊന്തി വരുമ്പോൾ ഷേപ്പിനെ ബാധിക്കും. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കപ്പ് കേക്ക്സ് റെഡിയായി. നല്ല ചോയി ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക്സാണ്. ചോക്ലേറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കഴിക്കുമ്പം ആ ഒരു ചോക്കോ ചിപ്സ് മെൽട്ടായിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ബട്ടറിൻ്റെ ഫ്ലേവറും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.